നമസ്കാരം. വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ കൊല്ലങ്കോട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നന്ദായസ് നായർ. ഞാൻ ആതിര കൃഷ്ണ. യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ പുതുതായി ആരംഭിക്കുന്ന വിജ്ഞാനതീരം സ്കൂൾ റേഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ഈ സ്കൂൾ റേഡിയോയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട എച്ച്.എം. അനിത ടീച്ചർ. യോഗിനിമാത സ്കൂൾ ആരംഭിക്കുന്ന വിജ്ഞാനതീരം റേഡിയോ എന്ന പുതിയ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശിവദാസൻ സർ. യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ ആരംഭിച്ച വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ വിജയങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട മാതൃസംഗമം പ്രസിഡന്റ് പത്മജ മാം. യോഗിനിമാത സ്കൂൾ പുതുതായി ആരംഭിച്ച സ്കൂൾ റേഡിയോയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി സ്കൂൾ വാർത്തകൾ. ജൂൺ 2-ാം തീയതി പ്രവേശനോത്സവമാണ്. 2 മാസത്തെ അവധിക്ക് ശേഷം തിരിച്ചെത്തുന്ന കുട്ടികളെയും നവാഗതരെയും സ്വീകരിക്കാൻ നമ്മുടെ സ്കൂൾ സജ്ജമായിരിക്കുന്നു. ഈ വർഷത്തെ യോഗിനിമാത സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാൽ സാർ നിർവഹിക്കും. അതോടൊപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ജയൻ സാർ വിദ്യാർത്ഥികൾക്ക് പുതിയ പുസ്തകങ്ങൾ വിതരണം ചെയ്യും. ഈ അധ്യയന വർഷം ഏവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ ആശംസിക്കുന്നു. ഇക്കഴിഞ്ഞ 11-ാം തീയതി മാതൃദിനമായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഈ എപ്പിസോഡ്. നമ്മുടെ ജീവിതത്തിൽ അമ്മമാരുടെ ഒഴിച്ചുകൂടാനാകാത്ത പങ്കിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് മാതൃദിനം. ലളിതമായ അഭിനന്ദനത്തിലൂടെയോ വിപുലമായ പരിപാടികളിലൂടെയോ ആകട്ടെ, വ്യക്തികളിലും കുടുംബങ്ങളിലും അമ്മമാർ ചെലുത്തുന്ന സ്വാധീനം പ്രതിഫലിപ്പിക്കാൻ മാതൃദിനം ഒരവസരം നൽകുന്നു. അമ്മമാരെ ബഹുമാനിക്കുക എന്ന ആശയം പുരാതന കാലം മുതലുള്ളതാണ്. പുരാതന റോമിലും ഗ്രീസിലും റിയ, സൈബലെ തുടങ്ങിയ മാതൃദൈവങ്ങളെ ബഹുമാനിക്കാൻ ഉത്സവങ്ങൾ നടന്നിരുന്നു. ഈ ആദ്യകാല ആഘോഷങ്ങൾ പലപ്പോഴും മതപരമായ പാരമ്പര്യത്തിലും കാർഷിക ആചാരങ്ങളിലും വേരൂന്നിയതാണ്. ഇനിയൊരു പാട്ടായാലോ?
മാതൃദിനം ഒരു ആഘോഷം മാത്രമല്ല, ചിലർക്ക് അത് ഒത്തുചേരലിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവസമാകുമ്പോൾ മറ്റു ചിലർക്ക്, പ്രത്യേകിച്ച് അമ്മയെ നഷ്ടപ്പെട്ടവർക്കും അമ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്കും, ഇത് വേദനയുടെയും നഷ്ടബോധത്തിൻ്റെയും ദിനമാകുന്നു. അമ്മമാർ പ്രതിനിധീകരിക്കുന്ന സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും അർപ്പണബോധത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് മാതൃദിനം. ഇത് തലമുറകളെയും സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ അമ്മമാർക്ക് 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു.